ഇതൊന്ന് 40 ദിവസം പതിവാക്കിയാൽ ജീവിതം മാറും, ബർക്കത്ത് വരും ഇൻഷാ അല്ലാഹ്. 1. സുബിഹി ഖളാ ആവാതെ നിസ്കരിക്കുക. 2. കൂടെ സുബിഹിന്റെ മുൻപുള്ള 2 റക്അത്ത് സുന്നത്തും കൂടി നിസ്കരിക്കുക. 3. ഒരു 15 മിനിറ്റ് ഖുർആൻ ഓതുക. 4. ഒരു 10 സ്വലാത്ത്, 10 തഹ്ലീൽ, 10 ഇസ്തിഗ്ഫാറും. എന്നിട്ട് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ റബ്ബിനോട് ദുആ ചെയ്യുക. 5. ശേഷം നിയ്യത്ത് വെക്കുക, ഇന്ന് ഞാൻ തെറ്റൊന്നും ചെയ്യില്ല, റബ്ബേ എന്നെ തെറ്റിലേക്ക് അടുപ്പിക്കല്ലേ എന്ന്. 6. അന്ന് രാവിലെ ഒരു 5 രൂപ ആർക്കെങ്കിലും സദഖ നൽകുക. 7. ബാക്കി 4 വഖത്തും ഖളാ ആക്കാതെ നിസ്കരിക്കുക, എത്ര ജോലി തിരക്കാണെങ്കിലും. 8. ഹറാമായ കൂട്ടുകെട്ട് ഉപേക്ഷിക്കുക, ചാറ്റിംഗ് പോലെയുള്ളത് ഉപേക്ഷിക്കുക. ഓർക്കുക, അതൊക്കെ വെറും താൽക്കാലികം മാത്രമാണ് ട്ടോ. 9. പുഞ്ചിരിക്കുക, നിന്റെ ശത്രുവിനെ കാണുമ്പോഴും. 10. കുടുംബക്കാരെ സന്ദർശനം നടത്തുക, വിവരങ്ങൾ അന്വേഷിക്കുക. 11. എന്നും ഹബീബിന്റെ പേരിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലുക, നബിയെ കാണാനിടയാക്കുമിത്. 12. ബാങ്ക് കേൾക്കുമ്പോൾ സംസാരം ഉപേക്ഷിക്കുക. 13. സിനിമ പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. 14. എന്ത് കാര്യം നിന്നിൽ സംഭവിച്ചാലും റബ്ബിനെ സ്തുതിക്കുക. 15. കാര്യങ്ങൾ മുഴുവൻ റബ്ബിൽ ഏൽപ്പിക്കുക, റബ്ബിന്റെ സഹായത്തിൽ സംശയിക്കാതിരിക്കുക. 16. സലാം വർദ്ധിപ്പിക്കുക. 17. ഭക്ഷണം കഴിക്കുമ്പോൾ ഇനിയും കുറച്ചുകൂടെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ നിർത്തുക. 18. ളുഹ നിസ്കാരം പതിവാക്കുക, 1 കൊല്ലം ളുഹ പതിവാക്കിയവർക്ക് നരകമോചനമുണ്ട്. 19. സത്യം മാത്രം പറയുക. 20. കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഇന്ന് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഉറങ്ങുക, ഉണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കുക. ഇത് 40 ദിവസം പതിവാക്കിയാൽ ജീവിതം മാറും, ബർക്കത്ത് വരും ഇൻഷാ അല്ലാഹ്. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കല്ലേ ഹബീബേ. ഇന്നു മുതൽ ഈ കാര്യങ്ങൾ ഞാൻ പതിവാക്കും എന്നുള്ളവർ ഒരു ഇൻഷാ അല്ലാഹ് കമന്റ് ഇടണേ. നിങ്ങളുടെ തയ്യാറെടുപ്പ് കണ്ടിട്ട് മറ്റുള്ളവർക്കും ഒരു മോട്ടിവേഷൻ ആയാലോ. ഇൻഷാ അല്ലാഹ് നമ്മുടെ അമലുകളെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.